ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് നിസാൻ മൈക്ര പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചിന് ടൈറ്റ് ഉണ്ട്. അതായത് കസ്റ്റമർ കംപ്ലൈന്റ് ക്ലച്ചിന് ടൈറ്റ് ഉണ്ട് എന്നാണ് കസ്റ്റമർ കംപ്ലൈന്റ്. പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിന് ടൈറ്റ് ഓൾറെഡി ഉണ്ട്. അത് കൂടാതെ തന്നെ ഇതിന്റെ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒന്ന് റേസ് ആവും വണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒന്ന് ആക്സിലേറ്റർ ഡൗൺ ചെയ്ത് പിന്നെ കൊടുക്കുന്ന സമയത്ത് വണ്ടി നല്ല രീതിയിൽ കയറുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് ഗിയർ ആയാലും ഏത് ഗിയറിലായാലും നമ്മൾ ക്ലച്ചിന്ന് കാൽ എടുക്കുന്ന സമയത്ത് വണ്ടി ഒന്ന് റേസ് ആവുന്നുണ്ട്. വണ്ടി ഒന്ന് റേസ് ആയിട്ട് നല്ല റേസിംഗിൽ വരും. പിന്നെ നമ്മൾ പെതുക്കെ ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ പെതുക്കെ വണ്ടി മൂവ് ആയി കയറും. പിന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ റേസിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതാണ് ഈ ഒരു വണ്ടിയുടെ കംപ്ലൈന്റ്. അല്ലാതെ വണ്ടി കയറാതിരിക്കുന്ന അവസ്ഥ. പക്ഷെ ടോട്ടലി വണ്ടിക്ക് ഒരു പുള്ളിങ് കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ക്ലച്ചിന് ടൈറ്റ് ഉണ്ട്. ക്ലച്ച് നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വണ്ടി ഒന്ന് റേസ് ആവും. വണ്ടി കയറാൻ ഒരു പാട്, നല്ല രീതിയിൽ എഞ്ചിൻ റേസ് ആവും. പിന്നെ നമ്മൾ കാലൊന്ന് പെതുക്കെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറും. പിന്നെ നമ്മൾ നല്ല രീതിയിൽ കാല് കൊടുത്താലും വണ്ടി കയറും. പക്ഷെ ആ തുടക്കത്തിലുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിന്റെ ഗിയർ ബോക്സും കാര്യങ്ങളും നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ ഫുള്ളായിട്ട് ഗിയർ ബോക്സ് നമ്മൾ അയച്ച് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ക്ലച്ചിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ ഗിയർ ബോക്സ്, ക്ലച്ച് നമ്മൾ അയച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലച്ച് തീർന്നതിന്റെ പൊടി കാണാനായിട്ട് സാധിക്കും. ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പൊടിയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഇത്രത്തോളം പൊടി, ക്ലച്ച് തീർന്നതിന്റെ പൊടിയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് മൊത്തം ഫുള്ള് അഴുക്കും കാര്യങ്ങളുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ ക്ലച്ച് ഡിസ്കിന്റെ അവസ്ഥ ഒന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ ക്ലച്ച് ഡിസ്ക്. ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് റിവിറ്റ് പിടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ മറു സൈഡിലെ ക്ലച്ച് ഡിസ്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് റിവിറ്റ് പിടിച്ചിട്ടുണ്ട്. ഫ്ലൈ വീലിൽ ഇത് പിടിച്ചിട്ടുണ്ട്. സോറി, ഫ്ലൈ വീലല്ല, പ്രഷർ പ്ലേറ്റിൽ ഇത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ സംഭവം നമ്മൾ ഇവിടെ റിവിറ്റ് പിടിച്ചായിരുന്നെങ്കിൽ ഫ്ലൈ വീല് പോവും. ഫ്ലൈ വീല് പിന്നെ നമുക്ക് മാറിയിടേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കേസിൽ ഫ്ലൈ വീലിന് കംപ്ലൈന്റ് പറ്റിയിട്ടില്ല. പക്ഷേ ഇതിന്റെ പ്രഷർ പ്ലേറ്റിന്റെ ഭാഗത്താണ് ഇതിന്റെ റിവിറ്റ് പിടിച്ചേക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും. റിവിറ്റ് ഫുള്ളായിട്ട് ഇവിടെ പിടിച്ചിരിക്കുന്നത്. ക്ലച്ച് ഒട്ടുമില്ല. അതായത് ചെറിയൊരു എഞ്ചിൻ റേസിംഗ് വരുമ്പോഴേ നമുക്ക് ക്ലച്ചിന് ഹാർഡ് തോന്നിക്കുമ്പോഴേ ഇതിന്റെ അർത്ഥം ക്ലച്ച് തീരാറായിട്ടുണ്ട്. ക്ലച്ചിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ കയറി ഇരിപ്പുണ്ട്. റിലീസ് ബെയറിംഗിന്റെ ഭാഗത്ത് കയറി ഇരിപ്പുണ്ട്. പ്രഷർ പ്ലേറ്റിന് ഡാമേജ് പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ക്ലച്ചിന് ടൈറ്റ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പൊ ക്ലച്ചിന്റെ ഒരു ടൈറ്റ് വരുമ്പോൾ തന്നെ ക്ലച്ചിന്റെ കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മാറ്റി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വഴി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് വരും. ഇതിപ്പോ ഹൈഡ്രോളിക് ക്ലച്ച് ആയതുകൊണ്ടാണ് നമുക്ക് ഫുള്ളായിട്ട് ഇത്രയും റിവിറ്റ് പിടിച്ചിട്ടും വണ്ടി മൂവ് ആവുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഹൈഡ്രോളിക് ക്ലച്ച് ഉള്ള ടൈപ്പ് അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വഴി കിടക്കും. തീരെ വണ്ടി മൂവ് ആവാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ക്ലച്ചിന് പെഡൽ നമുക്ക് കുറവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇവിടെ റിവിറ്റ് പിടിച്ചിട്ടുണ്ട്. ഈ പ്രഷർ പ്ലേറ്റിൽ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റിന്റെ ഈ ഭാഗങ്ങളൊക്കെ തേഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ സൈഡ് നമ്മുടെ ഫ്ലൈ വീൽ സൈഡ് റിവിറ്റ് ഏകദേശം പിടിച്ചില്ലെന്നുള്ള രീതിയിലാണ്. കുറച്ചുകൂടി ഓടിക്കഴിഞ്ഞാൽ റിവിറ്റ് പിടിക്കും, വണ്ടി വഴി കിടക്കുന്ന ഒരു അവസ്ഥ വരും. പിന്നെ ഫ്ലൈ വീലും കാര്യങ്ങളൊക്കെ നമുക്ക് മാറുന്നതായിട്ട് വരും. അപ്പൊ ഈ ക്ലച്ച് മാറുന്ന ഒരു അവസരത്തിൽ ഇതിന്റെ റിലീസ് ബെയറിംഗ് കൂടെ കറക്റ്റായിട്ട് തന്നെ മാറി വിടുക. ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വിടുക. അതുപോലെ തന്നെ ഈ ഭാഗത്തെ ഇത് ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും. ഈ റിലീസ് ബെയറിംഗിന്റെ ഈ ടൈറ്റ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം പ്രഷർ പ്ലേറ്റിന്റെ കംപ്ലൈന്റ് ഒന്ന്, ഇതിനകത്ത് പൊടി കയറിയിരിക്കുന്നതാണ്. ഈ പൊടി ഇതിനകത്ത് കയറിയിരിപ്പുണ്ട്. ഇതിനകത്തോട്ട് നോക്കിയാൽ ഫുള്ളായിട്ട് പൊടി ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. ഈ സൈഡിലെല്ലാം ഫുള്ള് പൊടി കയറി റിലീസ് ബെയറിംഗിന്റെ ഭാഗത്ത് ഇരിക്കണം. അപ്പോൾ ക്ലച്ച് മാറ്റുമ്പോൾ ഇതിന്റെ റിലീസ് ബെയറിംഗ് കൂടെ മാറ്റുക. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്ലച്ച് ഗിയർ ബോക്സ് കയറ്റുന്ന ഇറക്കുന്ന സമയത്ത് ഇതിന്റെ സെൻസർ അഴിച്ചു വിട്ടിട്ട് വേണം ക്ലച്ച് കയറ്റാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കയറ്റുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുമ്പോൾ ഫ്ലൈ വീലിൽ പോയിരിക്കുമ്പോൾ ഈ ക്രാങ്ക് സെൻസർ ഡാമേജ് ആവും. ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ സെൻസർ അഴിച്ചു വെച്ചിട്ട് വേണം. അതുപോലെ തന്നെ ഈ സെൻസറിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഗിയർ ബോക്സ് കയറ്റാനായിട്ട്. അപ്പോൾ ഇതിന്റെ പുതിയ റിലീസ് ബെയറിംഗും ക്ലച്ചിന്റെയും അതിന്റെ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പുതിയ ക്ലച്ച് ഡിസ്ക്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ റിവിറ്റിന് ഇത്രയും കനം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് കനം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ സ്മൂത്ത് ആയിരിക്കും. അത് പുതിയതായിരുന്നു. അപ്പൊ ഇതിന്റെ റിലീസ് ബെയറിംഗും നമ്മൾ മാറ്റി വിടണം. ഹൈഡ്രോളിക് റിലീസ് ബെയറിംഗ് ആണ്. കാരണം നമ്മൾ ക്ലച്ച് മാത്രം മാറി വിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഈ ഭാഗത്തു നിന്നൊക്കെ ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഗിയർ ബോക്സ് അഴിക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കൂടത്തിൽ തന്നെ ക്ലച്ച് റിലീസ് ബെയറിംഗ് കൂടെ മാറ്റി വിടും. ഇത് ഹൈഡ്രോളിക് ടൈപ്പ് റിലീസ് ബെയറിംഗ് ആണ് വരുന്നത്.
ഓക്കെ, അപ്പോൾ നിസാൻ മൈക്രയാണ് വണ്ടി, പെട്രോൾ ആണ് വണ്ടി. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് നമ്മളിപ്പോ കണ്ടു. അതായത് ക്ലച്ചിന് ടൈറ്റ്, ഒന്നാമത്തെ കാര്യം. ക്ലച്ച് ടൈറ്റ് ആയിട്ടും പിന്നെയും വണ്ടി ഓടിച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കസ്റ്റമർ അത് നോട്ട് ചെയ്യണമെന്നില്ല. കാരണം പെതുക്കെ ആക്സിലേറ്റർ കൊടുത്ത് പോകുന്ന ഒരാളാണെങ്കിൽ, ഗിയർ ഇട്ടിട്ട് പെതുക്കെ ആക്സിലേറ്റർ കൊടുത്ത് പോകുന്ന ഒരാളാണെങ്കിൽ ഈ ഫീൽ കിട്ടില്ല. അതേസമയം നമ്മൾ ക്ലച്ചിന്റെ കംപ്ലൈന്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ, ഗിയർ ഇട്ടിട്ട് നമ്മൾ ഫുൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് എഞ്ചിൻ നല്ല രീതിയിൽ റേസ് ആവും, വണ്ടി കയറില്ല. പിന്നെ നമ്മൾ പെതുക്കെ ആക്സിലേറ്റർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വണ്ടിയുടെ ആ ഒരു മൂവ്മെന്റ് അനുസരിച്ച് പെതുക്കെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി മൂവ് ആവുന്നുണ്ട്. പക്ഷേ ഫുൾ ആയിട്ടുള്ള പിക്കപ്പ് വണ്ടിക്കില്ല. അപ്പൊ അതാണ് ഈ വണ്ടിയുടെ ഒരു കംപ്ലൈന്റ്. നമ്മളിപ്പോൾ ക്ലച്ചിന്റെ അവസ്ഥയും കാര്യങ്ങളും കണ്ടാണ്. അപ്പോൾ ക്ലച്ച് ഗിയർ ബോക്സ് കയറ്റുന്ന സമയത്ത് അതിന്റെ ക്രാങ്ക് സെൻസർ അഴിച്ചു വെച്ചിട്ട് വേണം ഗിയർ ബോക്സ് കയറ്റാൻ. പിന്നീട് വേണം ക്രാങ്ക് സെൻസർ ഫിറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ് കൂടെ മാറ്റിവിടണം. അതുപോലെ തന്നെ വെല്ലോസിംഗിന്റെ ഭാഗങ്ങളെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഗിയർ ബോക്സ് കയറ്റേണ്ടത്. അപ്പോൾ നിസാൻ മൈക്ര പെട്രോളിന്റെ പിക്കപ്പ് കുറവിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. കൂടാതെ ക്ലച്ച് ടൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.